തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പാലക്കാട്ടേക്കാണ് ഇനി പോകുന്നത്. പാലക്കാട് തെരുവുനായ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് പരിക്ക്. കാരാകുറിശി സ്വദേശികളായ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കാരാകുറിശി സ്കൂൾ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇന്നലെയും ഇന്നുമായി നടന്ന തെരുവുനായ ആക്രമണത്തിലാണ് 3 കുട്ടികൾക്ക് പരിക്കേറ്റത്. മൂവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ഇക്ബാൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, കുട്ടികളാണ് കൂടുതൽ ആക്രമണത്തിന് ഇരയാവുന്നത്. കാരണം അവരെ സംബന്ധിച്ച് വലിപ്പം കുറവായതുകൊണ്ട് തന്നെ തെരുവുനായകൾ പാഞ്ഞെടുക്കുകയും അവരെ ആക്രമിക്കാനും ഒക്കെ എളുപ്പമാണ്. ഇതെന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ഇവരുടെ ആരോഗ്യാവസ്ഥ ഓക്കെയാണോ? രോഷിനി, അതായത് മണ്ണാർക്കാടിന് അടുത്ത കാരാകുറിശിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു തെരുവുനായ ആക്രമണം ഇന്നലെയും ഇന്നുമായി നടക്കുന്നത്. 3 സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. കാരാകുറിശി വാക്കട സ്വദേശികളായിട്ടുള്ള 2 വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വലിയട്ട സ്വദേശിയായിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിക്കുമാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഈ 3 വിദ്യാർത്ഥികളെയും മണ്ണാർക്കാട്ടെയും പാലക്കാട്ടെയും ആശുപത്രികളിലേക്ക് എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നാട്ടുകാർ നൽകുകയും ചെയ്യുന്നത്. വലിയട്ട പ്രദേശത്ത് വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കുൾപ്പെടെ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. ഇയാളെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. പലതവണ ഈ പ്രദേശത്തെ തെരുവുനായ ആക്രമണത്തിനെതിരെ നാട്ടുകാർ പരാതി നൽകിയതാണ്. പക്ഷേ യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ഇത് നിരവധി തവണ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഈ കാരാകുറിശി മേഖലയിൽ വെച്ച് ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം. പല ആളുകൾക്കും സാരമായി തന്നെ പരിക്കേൽക്കുന്നു. പല ആളുകൾക്കും ദിവസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എന്നിട്ടും അധികാരികൾ ഈ തെരുവുനായ ശല്യം ചെറുക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു രീതിയിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്ന് കാരാകുറിശിക്കാർ പറയുന്നതിലും എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം ചെറുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനെ തുടർന്ന് പഞ്ചായത്തിനുൾപ്പെടെ നാട്ടുകാർ വലിയ രീതിയിലുള്ള പരാതികളും നൽകിയിട്ടുണ്ട്. രോഷിനി.